ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നിസാർ. മകളെ എല്ലാവർക്കും സ്വാഗതം. മകളെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് എല്ലാവരും ചോദിക്കുന്നത് സാർ ഒരു ചാപ്റ്റർ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. റെഡി അല്ലേ? അപ്പം ഈ ഒരു ഇതിലാണെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിനകത്ത് ആൻസർ ഞാൻ പറയുന്നില്ല, കാരണം കുറച്ച് ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട്. സോ നമ്മൾ ആൻസർ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ അവിടെ നിങ്ങൾക്ക് കമന്റ് ബോക്സ് ചോദിക്കാം. സാർ എനിക്കത് അറിയത്തില്ല എന്ന് ചോദിക്കാം, കമന്റ് ബോക്സ് ചോദിക്കാം. അപ്പോൾ എന്താണ്, ഞാൻ പറഞ്ഞു തരും. നിങ്ങൾക്ക് ആണെങ്കിൽ ആൻസർ റിപ്ലൈ തരുന്നതായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ആൻസർ മാക്സിമം അറിയാത്ത ടോപ്പിക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, കാരണം ഇത് നമ്മൾ ഒരു ലാസ്റ്റ് ടൈമിലാണെങ്കിൽ നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകൾ മിസ്സാക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് പഠിക്കാതിരുന്നിട്ടുണ്ടോ എന്നറിയാനുള്ള ഒരു വീഡിയോ ആണിത്. സോ മാക്സിമം അത് യൂസ് ചെയ്ത് പഠിക്കുക. നിങ്ങളെല്ലാം നോക്കുക, എല്ലാം കാണുക കേട്ടോ, എല്ലാം കാണുക, ഒരിക്കലും മിസ്സാക്കല്. ഓക്കെ, സെറ്റ്. ഇവിടെ വെക്കാം ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, നമ്പർ സിസ്റ്റം എക്സ്പ്ലനേഷൻ. ഓക്കെ, നമ്പർ സിസ്റ്റം എന്താണ്, പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, കൺവർഷൻസ്. ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം ഇന്റിജർ നമ്പർ റെപ്രസെന്റേഷൻസ്. മക്കളെ നമ്പർ കൺവർഷൻസ് ഏതൊക്കെയാണ്? ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഡെസിമൽ ടു ഹെക്സാഡെസിമൽ, അങ്ങനെയുള്ള കൺവർഷൻസ് ഉണ്ടല്ലോ. അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല രീതിയിൽ ചോദിക്കാറുണ്ട്, അതെല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ, മറന്നുപോലെ. നെക്സ്റ്റ് നോക്കാം ഇന്റിജർ നമ്പർ റെപ്രസെന്റേഷൻസ് ഏതൊക്കെയാണ് മക്കളെ? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, വൺസ് ടൂസ്, ആ കോംപ്ലിമെന്റ്സ് ഉണ്ടല്ലോ. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, വൺസും ടൂസും ആണ് ഇന്റിജർ നമ്പർ റെപ്രസെന്റേഷൻസ്. അപ്പൊ അങ്ങനെ തന്നെ ഹെഡിങ് ചോദിക്കാമല്ലോ കേട്ടോ. നെക്സ്റ്റ് ക്യാരക്ടർ റെപ്രസെന്റേഷൻ സ്റ്റാൻഡേർഡ്സ്, ASCII, ISCII, EBCDSC, യൂണിക്കോഡ് ഒക്കെ എന്താണ് ക്യാരക്ടർ റെപ്രസെന്റേഷൻ സ്റ്റാൻഡേർഡ്സ്. അതിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ചു വെച്ചോളൂ, മറന്നു പോയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഡിഫറൻസ്. ഓക്കെ, ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വെക്കാം സ്റ്റേജസ് ഓഫ് ഡേറ്റ പ്രോസസിംഗ്, ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വെക്കാം കമ്പോണൻസ് ഓഫ് CPU. CPUന്റെ കമ്പോണൻസ് മക്കളെ ഒക്കെയാടാ. ALU, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. അത് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഫംഗ്ഷൻസ് കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷൻസ് ഓഫ് കമ്പ്യൂട്ടറിന്റെ ഫിഗർ പഠിച്ചു വെച്ചേക്കുക. അത് വേണമെങ്കിൽ 2 to 3 മാർക്കിന് ചോദിക്കാം. 2 to 3 മാർക്കിന് ആ ഫിഗർ ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, മിസ്സാക്കല്ലേ. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം, ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ്, MAR, MBR, അക്യുമുലേറ്റർ, IR, PC. ഇതൊക്കെ എന്താണ് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോർട്സിന്റെ ഫുൾ ഫോംസ്. ഓക്കെ, VGA പോർട്ട്, വീഡിയോ ഗ്രാഫിക്സ് അറേ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്താണ് USB ഫുൾ ഫോം. ഓക്കെ, അപ്പൊ എന്താണ് അങ്ങനെയുള്ള ഫുൾ ഫോംസ് എല്ലാം പഠിച്ചു വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നോക്കാം പ്രൈമറി സെക്കൻഡറി മെമ്മറിയുടെ എക്സ്പ്ലനേഷൻസ്. മക്കളെ ഇവിടെ RAM ഡിഫറൻസ്, പിന്നെയാണ് RAM ഡിഫറൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RAM ഡിഫറൻസ് അത് മറ്റേ എന്താണ് മോഡൽ ചോദിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മക്കളെ ഇവിടെ ചോദിക്കാതിരിക്കത്തില്ല. മോഡൽ ചോദിച്ച പല ക്വസ്റ്റ്യൻസും +1 കമ്പ്യൂട്ടർ സയൻസ് എക്സാമിന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മോഡൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സെക്കൻഡറി മെമ്മറീസ് ആൻഡ് എക്സാമ്പിൾസ് പഠിച്ചേക്കുക. എക്സാമ്പിൾസ് കൂടുതൽ ഫോക്കസ് ചെയ്യട്ടോ. നെക്സ്റ്റ് നോക്കാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. ഏതെങ്കിലും 5 ഇൻപുട്ട് ഡിവൈസ്, 5 ഇൻപുട്ട് ഡിവൈസ് പഠിച്ചു കേട്ടോ. മിനിമം ഒരു 5 ഇൻപുട്ട് ഡിവൈസ് പഠിച്ചു നോക്കാം. നെക്സ്റ്റ് വേസ്റ്റ് എന്താണ്? വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണ്? ഗ്രീൻ കമ്പ്യൂട്ടിംഗ് അപ്രോച്ചസ് ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പോണൻസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഇമ്പോർട്ടൻ്റ് ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ 4 ഫ്രീഡംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 4 ഫ്രീഡംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മിസ്സാക്കല്. പിന്നെ ഫ്രീ വെയറും ഷെയർ വെയർ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. ആ ഡിഫറൻസ് ഒരു ബോക്സ് ചെയ്തും പഠിച്ചിട്ടുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്കേജ് നമ്മൾ എന്താണ് ഇന്ന് വൈകുന്നേരം 7:30 ലൈവിൽ പറയുന്നുണ്ട്. അവിടെ വന്ന് ഡൗട്ട് ചോദിക്കാം കേട്ടോ. സാർ ഒരു ഐറ്റം ഇവിടെ പറഞ്ഞപ്പോൾ ഉണ്ട് സാർ അതെനിക്ക് അറിയത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അറിയാനും കൂടെ ഒരു അവസരമാണ് ലൈവ് കേട്ടോ. ആ ലൈവ് മാക്സിമം യൂസ് ചെയ്യാം. നെക്സ്റ്റ് നോക്കാം പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. അകത്ത് ടോപ്പ് ഡൗൺ ബോട്ടം അപ്പ് ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം ഫേസിംഗ് പ്രോഗ്രാമിന്റെ എക്സ്പ്ലനേഷൻ, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, എന്താണ് ഒരു ഡേറ്റ പ്രോസസ് ചെയ്യേണ്ട ഡേറ്റ തിരിച്ചറിയുക, അതിന്റെ ടൈപ്പ്, ക്വാണ്ടിറ്റി, അതിനകത്തുള്ള സ്റ്റെപ്സുകൾ, അതിന്റെ ഔട്ട്പുട്ട് തിരിച്ചറിയുന്ന മെത്തേഡാണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. അപ്പോൾ ആ ഓരോരുത്തരുടെ എക്സ്പ്ലനേഷൻ പഠിച്ചു വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് അൽഗോരിതം എന്താണ്, അതിന്റെ കാറ്റഗറിസ്, എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോ ചാർട്ട്, അതിന്റെ അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്, എക്സാമ്പിൾസ് പറയാൻ നമ്മൾ കുറേ അൽഗോരിതം ഫ്ലോ ചാർട്ട് കുറേ നമ്മൾ ചെയ്യിച്ചിട്ടുണ്ടല്ലേ, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്നും മിസ്സാക്കല്. അതിന് പ്രത്യേകം ലൈവ് വന്ന് പഠിച്ചിട്ടുണ്ട്, കാരണം പ്രത്യേകം ലൈവ് വന്ന് പഠിച്ചിട്ടുണ്ട്, അതെല്ലാം യൂസ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ട് വിത്ത് C++. ക്യാരക്ടർ സെറ്റ് എന്താണ് പഠിച്ചു വെച്ചേക്കുക. ടോക്കൺസിൻ്റെ അതിൻ്റെ ടൈപ്സ്, ടോക്കൺസ്, കീവേഡ്സ്, ഐഡന്റിഫൈസ്, ഫിൽറ്റേഴ്സ്, പങ്ക്ച്വേറ്റേഴ്സ്, അതിൻ്റെ ഓപ്പറേറ്റേഴ്സ്, അതിൻ്റെ എക്സാമ്പിൾ സഹിതം മക്കളെ പറയുവാണ്, എക്സാമ്പിൾ സഹിതം പഠിച്ചു വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഡൗട്ട് ഉണ്ട് ചോദിക്കട്ടോ. ഐഡിയയുടെ ഫുൾ ഫോം ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് പഠിച്ചു വെച്ചേക്കണ്ട, മിസ്സാക്കല്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, ഫണ്ടമെന്റൽസ് ഡേറ്റ ടൈപ്സ്, ഇൻഡ്യ, ക്യാര്, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്,
ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സൈസും ഡിസ്ക്രിപ്ഷൻ പഠിച്ചു വെച്ചേക്കുക. വേരിയബിൾ അതിൻ്റെ 3 ടൈപ്സ്, വേരിയബിൾ അതിൻ്റെ 3 പാർട്സുകൾ, 3 കമ്പോണൻസ് ഓഫ് വേരിയബിൾസ്, അല്ലെങ്കിൽ അതിന് പാർട്സ് ഓഫ് വേരിയബിൾസ് ഏതൊക്കെയാണ്? വേരിയബിൾ നെയിം, ദെൻ പിന്നെ എന്താണ് മെമ്മറി അഡ്രസ്സ്, ദെൻ പിന്നെ കണ്ടന്റ് അഥവാ എൽ വാല്യൂ ആർ വാല്യൂ കേട്ടോ. നെക്സ്റ്റ് വെക്കാം ഓപ്പറേറ്റേഴ്സ്, നമ്പർ ഓഫ് ഓപ്പറാൻസിന്റെ വെച്ച് ക്ലാസിഫൈ ചെയ്യാം. യൂണറി, ബൈനറി, ടെർണറി. യൂണറിയുടെ എക്സാമ്പിൾ പ്ലസ്, ബൈനറിയുടെ എക്സാമ്പിൾ, ടെർണറി എക്സാമ്പിൾ എല്ലാം പഠിച്ചു ചേക്കുക. ദെൻ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ദെൻ പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് കേട്ടോ. അതിൻ്റെ എല്ലാ എക്സാമ്പിൾ പഠിച്ചു ചേക്കുക. എക്സ്പ്രഷൻ എന്താണ്? എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. എക്സ്പ്രഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ പിന്നെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ പിന്നെ ഈ പറഞ്ഞ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക. അത് 2 മാർക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാസ്കേഡിങ് IO ഓപ്പറേറ്റേഴ്സ് എന്താണ്? ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ, ഒരു സിംഗിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആണെങ്കിൽ ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന നമുക്ക് എന്ത്? കാസ്കേഡിങ് IO ഓപ്പറേറ്റർ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ പഠിച്ചു ചേക്കുക. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിൽ സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം, പ്രീപ്രോസസ് ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ദെൻ പിന്നെ നെയിം സ്പേസ് എന്താണ്, ദെൻ പിന്നെ എന്താണ് ഈ പറഞ്ഞുള്ള ഹെഡർ ഫയൽ എന്താണ്, മെയിൻ ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ യൂസ് ചോദിക്കാറുണ്ട്. സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം എടുത്ത് ചോദിക്കാറുണ്ട്, അത് ചോദിക്കുക. സിൻറ്റാക്സ് ചോദിക്കാറുണ്ട്. പ്രോഗ്രാംസിൻ്റെ എക്സാമ്പിൾസ് സാറ് പറഞ്ഞിട്ടുണ്ട്. ടൈപ്പ് കൺവേർഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിന് പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിങ്ങിൻ്റെ ലൈവ് നമ്മൾ തന്നിട്ടുണ്ട് കേട്ടോ. പ്രോഗ്രാമിൻ്റെ ലൈവ് തന്നിട്ടുണ്ട്, അത് മാക്സിമം യൂസ് ചെയ്ത് പഠിക്കട്ടോ. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തുള്ള സിൻറ്റാക്സ് എക്സാമ്പിൾ എങ്ങനെ പഠിക്കുക? സിൻറ്റാക്സ് എക്സാമ്പിൾ അങ്ങനെ പഠിക്കട്ടോ. നെക്സ്റ്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, സിൻറ്റാക്സ് എക്സാമ്പിൾ അങ്ങനെ പഠിക്കുക. ഓക്കെ. നെക്സ്റ്റ് ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ്, റീറൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നോക്കാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നീഡ് ചോദിക്കാറുണ്ട്. ദെൻ എലമെൻറ്റ്സ് ഓഫ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ചോദിക്കാറുണ്ട്. ഫിഗർ, ടോപ്പോളജിയുടെ ഫിഗേഴ്സ്, ടോപ്പോളജി, ബെസ്റ്റ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി, ഫിഗർ ചോദിക്കാറുണ്ട്. ഫിഗർ തകം ചോദിക്കാറുണ്ട്, അതും വരച്ച് പഠിച്ച് വെച്ചേക്ക്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, ഓക്കെ, പാന്, ലാന്, ഓക്കെ, മാന്, വാൻ, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഒക്കെ കമ്മ്യൂണിക്കേഷൻ മീഡിയ, ഗൈഡ് മീഡിയ, അൺഗൈഡ് മീഡിയ. അതിനകത്ത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റേഡിയോ വേവ്സിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക കേട്ടോ. റേഡിയോസിൻ്റെ ഫീച്ചേഴ്സ് കേട്ടോ. റേഡിയോ വേവ്സ് നോക്കി വെച്ചേക്കുക, അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ഒക്കെ പ്രോട്ടോകോൾസ്, TCP/IP എന്ന് പഠിച്ചിരിക്കണം കേട്ടോ. TCP/IP, HTTP ഒന്ന് നോക്കിക്കൊണ്ട് പോയിക്കോളാം. നെക്സ്റ്റ് കമ്പോണൻസ് ഓഫ് URL ഒരു വെബ്സൈറ്റ് എന്നിട്ട് ചോദിക്കും എന്താണ് ഇതിനകത്തുള്ള കമ്പോണൻസ് ഓഫ് URL, പ്രോട്ടോകോള്, ഡൊമൈൻ നെയിം, ഫയൽ നെയിം, 3 ഈ പറഞ്ഞ URL കമ്പോണൻസ് കേട്ടോ. നെക്സ്റ്റ് ബ്ലൂടൂത്ത് വൈഫൈയുടെ ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലൂടൂത്ത് വൈഫൈയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിക്കാറുണ്ട്, സോ അത് മിസ്സാക്കില്ല കേട്ടോ. നെക്സ്റ്റ് വെക്കാം ഇൻ്റർനെറ്റ്, അതിൻ്റെ ഹിസ്റ്ററി പഠിക്കുക. ഫസ്റ്റ് ഓഫ് നെറ്റ്വർക്ക് എന്താണ്, ആരാണ് വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ച് തരാം മക്കളെ? ടിം ബെർണേഴ്സ്-ലീയാണ്. 1989 വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നെറ്റ്വർക്കിൻ്റെ എന്താണ് ഒരു TCP/IP പ്രോട്ടോകോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു OS വേണം. അപ്പോൾ അങ്ങനെ ഫാക്ടേഴ്സിൽ പഠിച്ചിരിക്കുക. ദെൻ ഡയലപ്പ് കണക്ഷൻ്റെയും വയർഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ്റെയും ഡിഫറൻസ് പഠിച്ചു വെച്ചേക്കുക. ബ്രൗസർ എക്സാമ്പിൾ, ബ്രൗസർ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എക്സാമ്പിൾ, സെർച്ച് എഞ്ചിൻ അതിൻ്റെ എക്സാമ്പിൾ, ഇമെയിലിൻ്റെ സ്ട്രക്ചർ, അഡ്വാൻറ്റേജസ്, സോഷ്യൽ മീഡിയ അഡ്വാൻറ്റേജസ്, ഓക്കെ. ദെൻ പിന്നെ എന്താണ് സൈബർ അറ്റാക്സ്, എന്താണ് നമ്മുടെ വൈറസ്, വേം, ഹാക്കിങ്, ഓക്കെ, ഫിഷിങ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിവെൻഷൻ അഗൻസ്റ്റ് അറ്റാക്സ് പ്രിവെൻഷൻ മക്കളെ അയക്കട, ഫയർ വാൾ, കുക്കീസ്, ഇതൊക്കെ എന്താണ് വളരെ ആൻറ്റി വൈറസ് ഒക്കെ എന്താണ് എക്സാമ്പിൾസ് ഓഫ് ഈ പ്രിവെൻഷൻ അഗൻസ്റ്റ് അറ്റാക്സിലാണ്. നെക്സ്റ്റ് നോക്കാം IT ആപ്ലിക്കേഷൻസ്, ഗവേണൻസ് എന്താണ് അതിൻ്റെ ഇൻട്രാക്ഷൻസ്, ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ, അഡ്വാൻറ്റേജ് എക്സാമ്പിൾ. ഇത് ഈ രീതി ഇത്രയും, കാരണം ഈ ഗവേണൻസ് ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് EPS എന്താണ്, ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്താണ്, അഡ്വാൻറ്റേജ് VBS എന്താണ് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ലേണിംഗ് ടൂൾസ് ചോദിക്കാറുണ്ട്. ലേണിംഗ് ടൂൾസിന് എക്സാമ്പിൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിന് എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെല്ലാം എക്സാമ്പിൾസും പഠിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ICT ഹെൽത്ത് കെയർ, ICT എനേബിൾ സർവീസ്. ഇത്രയാണ് മക്കളെ നമ്മുടെ ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഇടയ്ക്ക് ഒരാൾ കമൻറ്റ് ഇടുമായിരിക്കും, സാറേ ഇത് ടെക്സ്റ്റ് ബുക്ക് ഫുൾ ഉണ്ടല്ലോ. ടെക്സ്റ്റ് ബുക്ക് ഫുൾ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കും കേട്ടോ, എന്ത് വായിക്കോട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു സോർട്ട് ചെയ്ത് തരുന്നതിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. നിങ്ങളൊരു പുസ്തകം വായിക്കാൻ വളരെ പാടല്ലേ മക്കളെ. അപ്പോൾ അതിൽ നിന്ന് സോർട്ട് ചെയ്ത് തന്നേക്കുവാണ്. കാരണം ഇപ്പോഴത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, പല കോൺട്രവേഴ്സി കേട്ടുള്ളതായിരിക്കും. കാരണം എന്തുവാണ് ഇത് ഭയങ്കര ടഫാണ്, ക്വസ്റ്റ്യൻസ് ടഫാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻസ് വളരെ ടഫൊന്നുമല്ല. +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, +1 കമ്പ്യൂട്ടർ സയൻസും എക്സാം നിങ്ങൾ അതിന് മുന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഞാൻ പറയാം, അവിടെ എല്ലാം ക്വസ്റ്റ്യൻ ഞാൻ കണ്ടായിരുന്നു.
ക്വസ്റ്റ്യൻ കണ്ടതെന്ന് പറഞ്ഞാൽ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡയറക്റ്റ് പക്ക ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. പ്ലസ് 1 കമ്പ്യൂട്ടർ സയൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കൽ ഈ കാര്യങ്ങളൊന്നും. ഓക്കെ, അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.